it's me Sarita and welcome back to SimpleTips Malayalam. So നമ്മൾ again ഒരു ഫുഡ് ഫെസ്റ്റിൻ്റെ വ്ലോഗാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ പിന്നെയും ഒരാൾ എത്തിയിട്ടുണ്ട്. ആരാണിത്? കിച്ചക്കുട്ടി. അപ്പോൾ നമ്മളുടെ കിച്ചയാണ്. അപ്പോൾ ഇവൻ എവിടെ പോകണോ ഇനി ഞാൻ അവൻ്റെ പുറകെ തന്നെ ഉണ്ടാവും. കാരണം ഫുഡ് ടേസ്റ്റ് ചെയ്യാനും ഫുഡിൻ്റെ കാര്യം പറയാനും എന്നെ കൊണ്ട് പറ്റില്ല. സോ അത് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ആളാണ് ഇന്നിട്ട് കിച്ചക്കുട്ടി. അപ്പോൾ ഞങ്ങളിന്ന് എവിടെയാണ്? ഇപ്പോൾ ലുലു മാരിയറ്റിലാണ്. സോ ഇവിടെ ഒരു അടിപൊളി ഫുഡ് ഫെസ്റ്റ് നടക്കുകയാണ് കേട്ടോ. അതും നമ്മളുടെ കേരളത്തിലെ ക്രിസ്ത്യൻ ഇതിലുള്ള പരമ്പരാഗതമായിട്ടുള്ള ഒരു ഫുഡ് ഫെസ്റ്റാണ്. ലൈക്ക് തീൻമുറ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ഓർഗനൈസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെഫ് ഷാജി എന്ന് പറയുന്നതാണ് കേട്ടോ. ഇതാണ് അപ്പോൾ അവരുടെ വലിയൊരു ഷെഫാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കേരളത്തെ ഒത്തന്റിക് കേരള ഫുഡ് ഉണ്ടാക്കുന്നത്. ഷെഫ് ഷാജിയാണ്. ഓക്കെ, അപ്പോൾ കിച്ചക്ക് ഇഷ്ടമാണോ ആളുടെ ഫുഡിൻ്റെ ഒക്കെ ടേസ്റ്റ്? ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. കാരണം ഇവൻ ഇനി എവിടെ പോകണമെങ്കിൽ ഞാൻ അവൻ്റെ പുറകെ തന്നെ ഉണ്ടാവും. സോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകണതേ ഉള്ളൂ. പക്ഷേ ആൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഏകദേശം എല്ലാ ധാരണയുണ്ട്. സോ നമുക്ക് നിങ്ങൾക്കും ഇന്ന് കിച്ചക്കുട്ടി ഞാനും കൂടെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അപ്പോൾ അവൻ എല്ലാം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട് സോ ഇന്ന് നമ്മുടെ കിച്ചക്കുട്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇവിടെ കൊണ്ടുവന്ന് തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിങ്ങാലികളാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ട്. ബീഫ് കട്ട്ലറ്റാണ് കേട്ടോ. ഞാൻ നോൺ വെജ് ആണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ കുറച്ച് സവാളയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് അടിപൊളി സാധനമാണ്. അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ. കിച്ചക്കുട്ടി ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാണ്. കഴിച്ചോ. സംഭവം എങ്ങനെയുണ്ട് കിച്ച? ഓസാണെന്ന് എനിക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് അങ്ങോട്ട് പോയ ആളാണ്, പിന്നെ കാണാനേ ഇല്ല. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സ്റ്റാർട്ടറിൻ്റെ ടേസ്റ്റ് സൂപ്പർ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പാലപ്പം, റൈറ്റ്, പാലപ്പത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ഡിഷ് നോൺ വെജ് മട്ടൺ സ്റ്റൂ ആണ്. കിച്ചയ്ക്കപ്പോൾ മട്ടൺ വേണ്ട കേട്ടോ, അവൻ വെജാണ് കഴിക്കുന്നത്. പക്ഷേ ഞാൻ മട്ടനാണ്. മട്ടൺ സ്റ്റൂ ആൻഡ് പാലപ്പം. അപ്പോൾ ഞാൻ മട്ടൺ സ്റ്റൂവും അപ്പവും കൂടെ നല്ല മണമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പാലിൻ്റെ മണം വന്നിട്ടുണ്ടല്ലോ, രക്ഷയില്ല. എങ്ങനെയുണ്ട് കിച്ച? കുറുമ എങ്ങനെയുണ്ട്? മട്ടൺ സ്റ്റൂന്ന് ഈവൻ മട്ടൺ സ്റ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടോ എന്താ ആ പാലിൽ ഇങ്ങനെ തേങ്ങാപ്പാലിൽ വെന്തിട്ടുള്ള ടേസ്റ്റ് പറഞ്ഞുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വെജാണല്ലേ? അപ്പോൾ ഈ മുഖം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെച്ചോണം. വീഡിയോ വിൽ കമ്മിങ് സോൺ ആണ്. ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിച്ചിട്ടായിരിക്കും ഞങ്ങൾ ആദ്യം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാവും ഈ ഇരിക്കണ സംഭവം ചെറുതൊന്നും അല്ല. സോ എല്ലാ കാര്യവും വന്നിട്ടുണ്ട്. കിച്ചാൻ നിങ്ങൾക്ക് എല്ലാം കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, ഫൈൻ. ഓക്കെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാം ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ എല്ലാം ഇങ്ങനെ നിറഞ്ഞിരിക്കും. സോ നമുക്ക് ഓരോന്ന് പറയട്ടെ ആൻറ്റി. ഞാൻ ഒരെണ്ണം പറയാം കേട്ടോ. ഫസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആണ് ഇതേ കണ്ടോ ഇരിക്കണേ, ചിക്കൻ വഴറ്റിയത്. പിന്നെ ഇവിടെ ബീഫ്. ഓക്കെ, ദെൻ ഫ്രൈ പൊട്ടാറ്റോസ്. ക്യാബേജ്. തോരൻ, നമ്മുടെ നാടൻ തോരൻ. അവിയൽ. പച്ചടി. ഓക്കെ, പ്രോൺസ്. ഓക്കെ, ഇതിനകത്ത് കിച്ചയുടെ ഏറ്റവും ഫേവറേറ്റ് ഏതാണ്? യു ലവ് പിക്കിൾ? ഓക്കെ, ഏറ്റവും ഫേവറേറ്റ് ലൈക്ക് പിക്കിൾ അല്ലാണ്ട് ഫേവറേറ്റ് ആയിട്ടൊരു സാധനം കഴിഞ്ഞിട്ട് എളുപ്പം ടേസ്റ്റ് പറയണം കേട്ടോ. ബിക്കോസ് എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് നീ പറഞ്ഞ് ചിക്കൻ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ എങ്ങനെയുണ്ടാണ്? ചിക്കൻ അതും ഡ്രൈ ആണ് കേട്ടോ. ഹൗസ് ഇറ്റ്? Well cooked. Also, the masala gives a great taste. It's not so bland. That gives a nice spice to it. Okay.
സോ അവൻ പറഞ്ഞത് എന്താണെന്നറിയാമോ, ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്, നല്ലതുപോലെ മസാല കറക്റ്റാണ്. പിന്നെ എന്താണ് ചോദിച്ചാൽ അതുകൂടെ ഇത് ബ്ലാൻഡ് അല്ല, ഈ സ്പൈസി ഇല്ലാത്തല്ല, കുറച്ച് സ്പൈസി ഉണ്ട്. കുറച്ച് എരിവുണ്ട്, പക്ഷേ എന്നാലും നല്ലതായിട്ട് ആ മസാലയുടെ ഒക്കെ കൂടെ അടിപൊളിയായിട്ടുണ്ട്. സോ ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, അടിപൊളി സാധനമാണ് കേട്ടോ. കാരണം ഇതിനകത്ത് തേങ്ങാക്കൊത്തുണ്ട്, കുരുമുളകിൻ്റെ ആ ടേസ്റ്റും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സീരിയസ്ലി ഈ വ്ളോഗ് ചെയ്യണവരുടെ ഒരു പാട് എന്താണെന്നറിയാമോ, ഇത് മുഴുവൻ നിങ്ങളെ കാണിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അത് ഇത്രയൊക്കെയാണ് സാധനങ്ങൾ. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, കിച്ചൺ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇവിടേക്കുള്ളവരുടെയൊക്കെ ഇലയൊക്കെ തീരാറായിട്ടുണ്ട്. നോക്കാം, അങ്ങോട്ട് നോക്കി, അവിടെയൊക്കെ കഴിഞ്ഞു. ഇവർ സൈലൻറ്റ് കില്ലേഴ്സാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ പാമ്പിടിച്ചൊരു കഷ്ണം പിടിച്ചിട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ ഞങ്ങളുടെ ജോലി ആയിപ്പോയി, ഇല്ലല്ലോ കിച്ച? ഞങ്ങളുടെ ജോലി ഇതായിപ്പോയി, അവരുടെ ജോലി അതുമായിപ്പോയി. ഓക്കെ, നമുക്ക് കഴിക്കാം. ഇനിയിപ്പം ബാക്കിയൊക്കെ പിന്നെ. പഴം വഴറ്റിയതിനകത്ത് തേങ്ങ ഇങ്ങനെ ഇട്ടിട്ടുള്ള ടെൻഡർ കോക്കനട്ട് കരിക്കാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ സംഭവം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞങ്ങൾ ആക്ച്വലി കേട്ടോ സദ്യ ഒന്നും ഫിനിഷ് ചെയ്യാനുള്ളതൊന്നും പറ്റിയില്ല, കാരണം ആ അവസ്ഥയായി പോയി ഞങ്ങളുടെ. അതുകൊണ്ടാണ്, ക്ഷമിക്കണം. അപ്പോൾ എങ്ങനെയുണ്ട് കിച്ച? സംസാരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്, അത്ര ടേസ്റ്റാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് നോക്കണ്ട, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞുതരാം എൻ്റെ ടേസ്റ്റ്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഐസ്ക്രീമിനകത്ത് എന്തെങ്കിലും ചൂടുള്ള ഒരു സാധനം. കാരണം ഈ പഴം വഴട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നേരത്തെ വഴട്ടി വെച്ചിട്ടിട്ടെന്നുള്ള സംഭവമല്ല, ഇതിന് ചെറിയ ചൂടുണ്ട്. അപ്പോൾ ആ ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീമിനകത്ത് ഈ വഴട്ടിയിട്ടുള്ള പഴം ഇപ്പോൾ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇത്ര അടിപൊളി ടേസ്റ്റിലും ഇങ്ങനെ ഒരു സംഭവം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അടിപൊളി സാധനം കേട്ടോ. ഞാൻ എപ്പോഴും പറയണ അടിപൊളി അങ്ങനെ അതല്ല, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, സൂപ്പർ സാധനം. Come to Marriott Cassava on Saturday and Sunday and try out this yummy Sunday. അല്ലേ? ഞാൻ പറഞ്ഞു കൊടുക്കാം അവർക്ക്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടിപൊളി സാധനങ്ങൾ നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നേ പറ്റൂ. മാരിയോട്ടിൽ കസാവ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. തീൻമുറ ഇത് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. സോ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. സുഖിച്ച കുട്ടി, നമ്മളുടെ എല്ലാവർക്കും ബൈ പറയാനുള്ള സമയമായി. ഇത് കണ്ടോ, ഞാൻ ടേസ്റ്റാണെന്ന് പറഞ്ഞു കണ്ടോ, ഫിനിഷായി, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. സോ എല്ലാവർക്കും ബൈ പറഞ്ഞേ. അപ്പോൾ ബൈ. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് മസ്റ്റായിട്ട് ഇടണം കേട്ടോ. സോ ഞങ്ങളുടെ 2 പേരുടെയും ഭാഗം എല്ലാവർക്കും ബൈ.